തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്ന് സംബന്ധിച്ച് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി ബിബിസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് തീവ്രവാദ ബന്ധം ഖുറേഷിക്ക് സമ്മതിക്കേണ്ടി വന്നത്. ആരാണ് ജെയ്ഷെ മുഹമ്മദുമായി സംസാരിക്കാറുള്ളതെന്ന ചോദ്യത്തിന് മറുപടി പറയാനാകാതെ ഖുറേഷി പുൽവാമ സ്ഫോടനത്തിന്റെ പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് അല്ലെന്നും ഖുറേഷി ന്യായീകരിച്ചു. അതേസമയം പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്ന് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കി. Attack on Indian territory by a Pakistani-based militant group, Jaish-e-Mohammed. Now it's widely... We are not sure of that. Well, you're not sure that Jaish-e-Mohammed is based in Pakistan? Or that Jaish-e-Mohammed claimed responsibility for it? They have not. They have claimed responsibility. They have not. There's confusion on that. Where's the confusion? The confusion is that the leadership, when contacted, they said no. Which the leadership's been contacted by who, sorry? By people over here. They say they deny that. That's the confusion. So who's contacted the leadership of Jaish-e-Mohammed in Pakistan? They're people who are known to them. They're people who are known to them. And they've said that we weren't responsible. They claim no responsibility. But they... ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ തകർന്നു വീണതിന് തെളിവുണ്ടെന്ന് സൈന്യം. ബാലാകോട്ടിൽ ജെയ്ഷെ മുഹമ്മദിന്റെ 4 കെട്ടിടങ്ങൾ തകർന്നു. റഡാർ ദൃശ്യങ്ങൾ സൈന്യത്തിന്റെ പക്കലുണ്ട്. അതേസമയം വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ ആരോഗ്യ പരിശോധനയ്ക്കായി ദില്ലിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ ക്യാമ്പായ ബാലാകോട്ടിൽ വലിയ നാശനഷ്ടങ്ങൾ വ്യോമാക്രമണത്തിലൂടെ ഉണ്ടായി. കൃത്യമായ പ്ലാനിങ്ങോടെ നടപ്പിലാക്കിയ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകരുന്നതിന്റെ റഡാർ ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന് സൈനിക കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തി. 4 കെട്ടിടം ബാലാകോട്ടിലുണ്ടായിരുന്നു. മസൂദ് അസ്ഹറിന്റെ സഹോദരൻ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസ്, എൽ ഷേപ്പുള്ള മറ്റൊരു കെട്ടിടം, തീവ്രവാദ പരിശീലനത്തിനായി എത്തുന്നവർക്കും പരിശീലനം പൂർത്തിയായവർക്കും താമസിക്കാൻ 2 കെട്ടിടങ്ങൾ എന്നിവയാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഇന്ത്യൻ വ്യോമസേന തകർത്തു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൈന്യം ശേഖരിച്ചു വരികയാണ്. നിലവിൽ സൈന്യത്തിന്റെ സിന്തറ്റിക് അപ്രേച്ച് റഡാറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും ആവശ്യമായ സമയത്ത് പരസ്യപ്പെടുത്തുമെന്നും സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു. ആക്രമണത്തിന് മിറാഷ് വിമാനത്തിൽ ഇസ്രായേലി മിസൈലായ S-2000 ആണ് ഉപയോഗിച്ചത്. ജാമർ പ്രതിരോധങ്ങളെ തകർത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഇസ്രായേലി മിസൈൽ ഭൂമിക്കുള്ളിൽ എത്തിയ ശേഷമാണ് പൊട്ടിത്തെറിക്കുക. ഇതുവഴി ഭൂമി താഴ്ന്നു പോകും. ബാലാകോട്ടിൽ അതാണ് സംഭവിച്ചത്. ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യം സ്ഥലം സീൽ ചെയ്തത് സംശയമുണ്ടാക്കുന്നു. മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ആ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയി. അതേസമയം പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ ദില്ലിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യ പരിശോധന നടത്തുമെന്ന് സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഭിനന്ദൻ വർത്തമാനെ വിട്ടയച്ചതിന് ശേഷം അതിർത്തിയിൽ സംഘർഷം തുടരുന്നു. പാകിസ്ഥാൻ പലതവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ജനവാസ മേഖലകളിലേക്കും പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. പൂഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടു. പുൽവാമയ്ക്കടുത്ത് ത്രാലിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു നാട്ടുകാരന് പരിക്കേറ്റു. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ കൂടാതെ ജനവാസ മേഖലയിലേക്ക് കൂടി ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ. അഭിനന്ദനെ വിട്ടയച്ചതിനു പിന്നാലെയും വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് പാകിസ്ഥാൻ തുടർന്നു. പൂഞ്ച് ജില്ലയിലെ സലോത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. പൂഞ്ച് ജില്ലയിലെ തന്നെ മാൻകോട്ട് മേഖലയിലും പാക് വെടിവയ്പുണ്ടായി. പ്രദേശവാസിയ യുവതിക്ക് പരുക്കേറ്റു. പ്രദേശത്ത് തുടർച്ചയായ 8ാം ദിവസമാണ് വെടിവയ്പുണ്ടാകുന്നത്. പുൽവാമയ്ക്കടുത്ത് ത്രാലിൽ ഭീകരർ സുരക്ഷാ സേനയുടെ വാഹനം ലക്ഷ്യമാക്കി സ്ഫോടനം നടത്തി. ഒരു നാട്ടുകാരന് സംഭവത്തിൽ പരുക്കേറ്റിട്ടുണ്ട്. പൂഞ്ച് ജില്ലയിലെ കൃഷ്ണഘട്ടി, ബാലാകോട്ട് പ്രദേശങ്ങളിലും പാക് പ്രകോപനം തുടരുകയാണ്. തുടർച്ചയായ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പലരും വീടൊഴിഞ്ഞു പോകുകയാണ്. പുൽവാമ സംഭവത്തിന് ശേഷം മാത്രം 40ലേറെ തവണ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതേസമയം ഹിമാചലിലെ അവലാഞ്ചിൽ മഞ്ഞിൽ കുടുങ്ങിയ 5 സൈനികരിൽ ഒരാളുടെ മൃതദേഹം തെരച്ചിലിനിടെ കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. LDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള സംരക്ഷണ യാത്രകൾക്ക് ഇന്ന് തൃശൂരിൽ സമാപനമാകും. ചരിത്രം സൃഷ്ടിക്കുന്ന ജനമുന്നേറ്റമായി മാറാനൊരുങ്ങുകയാണ് LDF ജാഥകൾ. 1,00,000 പേരുടെ റാലിയോടെ നടക്കുന്ന സംരക്ഷണ യാത്രകളുടെ സമാപനം ചരിത്ര സംഭവമാക്കാൻ സാംസ്കാരിക ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ, വികസനം, സമാധാനം, സാമൂഹ്യ പുരോഗതി, ജനപക്ഷം, ഇടതുപക്ഷം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് തിരുവനന്തപുരത്തു നിന്നും മഞ്ചേശ്വരത്തു നിന്നുമായി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾ ആരംഭിച്ചത്. തെക്കൻ മേഖലാ യാത്ര
CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വടക്കൻ മേഖലാ യാത്ര CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമാണ് നയിക്കുന്നത്. യാത്രകളുടെ സമാപനം വിജയിപ്പിക്കാൻ മുന്നൊരുക്കങ്ങളെല്ലാം LDF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുണ്ട്. യാത്രകളുടെ സന്ദേശവുമായി ജില്ലയിൽ 3 ദിവസം നീണ്ട വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിച്ചു. 1 ലക്ഷം പേരുടെ റാലിയോടെ വൈകിട്ട് 4-ന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് കേരള സംരക്ഷണ യാത്രകൾ സമാപിക്കുന്നത്. സമാപന സമ്മേളനം മുഖ്യമന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജാഥ ക്യാപ്റ്റന്മാരായ കോടിയേരി ബാലകൃഷ്ണൻ, കാനം രാജേന്ദ്രൻ, ജാഥ അംഗങ്ങൾ എന്നിവർക്ക് പുറമെ LDF സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും കലാകായിക സാംസ്കാരിക രംഗത്തുള്ളവരും പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കും. പൊതുജനങ്ങൾക്കും ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കാതെ ചെറു പ്രകടനങ്ങളായാവും പ്രവർത്തകർ പൊതുസമ്മേളനത്തിനായി എത്തിച്ചേരുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടനത്തിന് പ്രൗഢോജ്വല സമാപനം. കഴിഞ്ഞ ദിവസം 3 കേന്ദ്രങ്ങളിലായി 7 കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മറൈൻ ഡ്രൈവിലെ മഹാസമ്മേളനത്തോടെയാണ് എറണാകുളം ജില്ലയിലെ പര്യടനം സമാപിച്ചത്. LDF എറണാകുളം, തൃക്കാക്കര, തൃപ്പൂണിത്തറ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത സ്വീകരണമാണ് മറൈൻ ഡ്രൈവിൽ ഒരുക്കിയത്. 10,000 അണിനിരന്ന മറൈൻ ഡ്രൈവ് മൈതാനിയിലേക്ക് ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണൻ പ്രവേശിച്ചപ്പോൾ കയ്യടികളോടെയും മുദ്രാവാക്യം വിളികളോടെയുമാണ് പ്രവർത്തകർ വരവേറ്റത്. കാശ്മീരിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ജാഥ ക്യാപ്റ്റനെ ബാലസംഘത്തിലെ കുരുന്നുകൾ വേദിയിലേക്ക് ആനയിച്ചു. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ നിശിതമായി വിമർശിച്ച കോടിയേരി സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ വിശദീകരിച്ചു. വ്യവസായം നടത്താൻ വരുന്നവർക്ക് സുരക്ഷിതമില്ല എന്നായിരുന്നു ഇവിടെ പ്രചരണം. എന്നാൽ സർക്കാർ തീരുമാനിച്ചു വ്യവസായത്തിന് ലൈസൻസ് കൊടുത്താൽ 3 മാസം കൊണ്ട് ലൈസൻസ് കിട്ടും. ആർക്കെങ്കിലും വല്ല തടസ്സവും ഉണ്ടെങ്കിൽ ആ തടസ്സം 3 മാസത്തിനുള്ളിൽ പരിഹരിച്ച് അനുമതി കിട്ടുന്നില്ലെങ്കിൽ, അനുമതി നിഷേധിക്കുന്നില്ലെങ്കിൽ അത് അനുമതി കിട്ടിയതായി കണക്കാക്കി വ്യവസായം തുടങ്ങാം. കഴിഞ്ഞ 27-ന് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച ജാഥ 3 ദിവസത്തിനിടെ 7 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് മറൈൻ ഡ്രൈവിൽ സമാപിച്ചത്. ഇന്ന് തൃശൂരിലെത്തുന്ന ജാഥ കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയുമായി സംഗമിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ പാലക്കാട് ജില്ലയിലെ 3 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി. വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. കടന്നാക്രമണങ്ങൾക്ക് കീഴ്പ്പെടില്ലെന്ന് പ്രഖ്യാപിച്ച് കാസർഗോഡ് പെരിയയിൽ CPIM പൊതുയോഗം. മേഖലയിലെ പാർട്ടിയുടെ ബഹുജന അടിത്തറ വ്യക്തമാക്കുന്ന ജനപങ്കാളിത്തമാണ് പൊതുയോഗത്തിലുണ്ടായത്. പെരിയ കൊലപാതകത്തിന് പിന്നാലെ പാർട്ടിക്കെതിരെ നടക്കുന്ന നുണപ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി കൂടുതൽ ശക്തിപ്പെടുമെന്ന് തെളിയിക്കുന്നതായിരുന്നു കാസർഗോഡ് പെരിയയിലെ CPIM പൊതുയോഗം. ഒരു കൂട്ടം മാധ്യമങ്ങളുടെ കുപ്രചാരണങ്ങളും കോൺഗ്രസ് ഭീഷണിയും അവഗണിച്ചാണ് ആയിരങ്ങൾ പൊതുയോഗത്തിന് എത്തിയത്. കാസർഗോഡ് പെരിയ കൊലപാതകത്തിന് പിന്നാലെ പാർട്ടിക്ക് നേരെ കടന്നാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് നിലപാട് വിശദീകരിക്കാനായി CPIM പൊതുയോഗം സംഘടിപ്പിച്ചത്. പെരിയയിലെ ദൗർഭാഗ്യകരമായ സംഭവത്തിന്റെ പേരിൽ കള്ളപ്രചരണങ്ങൾ നടത്തി കേരളത്തിൽ നിന്നും CPIMനെ മായ്ച്ചു കളയാമെന്ന് കരുതേണ്ടെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്കെതിരെ നടത്തിയ ഓരോ അതിക്രമങ്ങളും ജനങ്ങളുടെ മുന്നിലുണ്ട്. സമാധാനം പ്രസംഗിക്കുന്നവരുടെ കാപാലിക മുഖം ജനങ്ങൾക്കറിയാം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ എക്കാലത്തും ഈ പ്രസ്ഥാനത്തിന്റെ അടിവേർ നിൽക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന തിരിച്ചറിവും മലയാളിക്കുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ടതില്ല. ഈ കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മായ്ച്ചു കളയുക എന്നതാണ് ലക്ഷ്യം. കോൺഗ്രസുകാർ നടത്തിയ കൊലപാതക പരമ്പരകൾ ചരിത്രരേഖകളിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. P. കരുണാകരൻ MP, CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, MLA-മാരായ M. രാജഗോപാൽ, K. കുഞ്ഞിരാമൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പൂ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒരു കൂട്ടം മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ കുപ്രചരണങ്ങൾ ഈ മേഖലയിലെ പാർട്ടിയുടെ ജനകീയ അടിത്തറക്ക് നേരിയ പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പെരിയയിലെ CPIMന്റെ പൊതുയോഗം. പെരിയയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. കന്യാകുമാരിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. വൈ ഗോപാലസ്വാമി നയിക്കുന്ന മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രവർത്തകരാണ് കാവൽക്കിണറിന് സമീപം കരിങ്കൊടി കാണിച്ചത്. വിവരമറിഞ്ഞ് BJP പ്രവർത്തകർ സ്ഥലത്തെത്തുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി. വൈ ഗോപാലസ്വാമി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി.
6 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള ചെറിയ സംസ്ഥാനമാണ് ജമ്മു കശ്മീർ. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഇന്ത്യ പാക് അതിർത്തി സംസ്ഥാനമായ ജമ്മു കശ്മീരായിരിക്കും. പുൽവാമ സ്ഫോടനവും വിഘടനവാദവും രാജ്യത്തിന്റെ തെക്കേയറ്റമായ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രാഷ്ട്രീയത്തിൽ പോലും സ്വാധീനമുണ്ടാക്കും. നാഷണൽ കോൺഫറൻസും PDPയുമായാണ് ജമ്മു കശ്മീരിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതെങ്കിലും ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിച്ച് BJP സജീവമാണ്. ബാരാമുള്ള, ശ്രീനഗർ, അനന്ത്നാഗ്, ലഡാക്ക്, ഉധംപൂർ, ജമ്മു എന്നിവയാണ് ജമ്മുകാശ്മീരിലെ ലോക്സഭാ മണ്ഡലങ്ങൾ. പാകിസ്ഥാനുമായുള്ള തർക്കത്തിലെ കേന്ദ്രബിന്ദുവായ ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയവും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണ്. മെഹബൂബ മുഫ്തി നേതൃത്വം നൽകുന്ന PDPയും ഒമർ അബ്ദുള്ള നേതൃത്വം നൽകുന്ന നാഷണൽ കോൺഫറൻസുമാണ് മുഖ്യ എതിരാളികൾ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെഹബൂബ മുഫ്തിയും BJPയും സഖ്യമായി മത്സരിച്ചു. 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജമ്മു മേഖലയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ BJPക്കായി. ശ്രീനഗർ മേഖലയിലെ ബാരാമുള്ളയിൽ മെഹബൂബ മുഫ്തിയുടെ PDP വിജയിച്ചു. ശ്രീനഗറും അനന്ത്നാഗും ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും നേടിയെടുത്തു. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംയുക്തമായി മത്സരിച്ച PDPയും BJPയും ഭരണം നേടിയെങ്കിലും നീണ്ടുനിന്നില്ല. ഇരുവരും പിണങ്ങിപ്പിരിഞ്ഞതിനു പിന്നാലെ നിത്യശത്രുവായ നാഷണൽ കോൺഫറൻസുമായി PDP സഖ്യമുണ്ടാക്കി. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുന്നതിന് തൊട്ടുമുമ്പ് BJP നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഗവർണർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. നിലവിൽ സർക്കാരില്ല. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാശ്മീരികളെ ബുദ്ധിമുട്ടിക്കുന്നു. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ ചട്ടം എടുത്തുമാറ്റാനുള്ള BJP താൽപര്യം കൂടുതൽ പ്രക്ഷോഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടാക്കുന്നത്. ഇതിനിടയിൽ രാജ്യത്തെ ഞെട്ടിച്ച് പുൽവാമ സ്ഫോടനവും ഉണ്ടായതോടെ കാശ്മീർ യുദ്ധമേഖലയായി മാറി. സ്കൂളുകളും ഓഫീസുകളും അടഞ്ഞു. ബങ്കറുകളിൽ അഭയം തേടേണ്ട ഒരു ജനതയായി കാശ്മീരികൾ മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് ലീഗ് 3ാം സീറ്റ് സംബന്ധിച്ച തർക്കത്തിന് ഉഭയകക്ഷി ചർച്ചയിലും പരിഹാരമായില്ല. സീറ്റ് വിഷയം 6-ാം തീയതി പാണക്കാട് നടക്കുന്ന ലീഗ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസ് ലീഗ് സീറ്റ് തർക്കം ഉഭയകക്ഷി ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞു. ന്യായീകരണമില്ലാത്ത ഒരു കാര്യവും ലീഗ് ഉന്നയിക്കാറില്ലെന്നാണ് ഇരുകക്ഷി നേതാക്കളും ചേർന്ന ചർച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. അല്ല, ന്യായമല്ലാത്ത ആവശ്യങ്ങളും എല്ലാം പാർട്ടി പറയും. പാർട്ടി കമ്മിറ്റിയിലേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. സീറ്റ് വിഭജനം സംബന്ധിച്ച് 6-ാം തീയതി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ലീഗ് യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാവുമെന്നാണ് ഇരു പാർട്ടി നേതാക്കളും പറഞ്ഞത്. 3ാം സീറ്റ് എന്ന ലീഗിന്റെ അവകാശവാദം കുറച്ചൊന്നുമല്ല UDFൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് സീറ്റ് തർക്കവും മുന്നണിയെ വലയ്ക്കുകയാണ്. ഈ മാസം 3-ാം തീയതി കേരള കോൺഗ്രസ് യോഗം ചേരും. 4-ാം തീയതി കോൺഗ്രസ് നേതാക്കളും യോഗം ചേരും. ഈ യോഗങ്ങൾക്ക് ശേഷമാവും സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാണ് രമേശ് ചെന്നിത്തല അറിയിച്ചത്. അതേസമയം ഒരുപാട് ഓപ്ഷനുകൾ തങ്ങൾക്കുണ്ടെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. 2 പ്രാവശ്യമായിട്ട് നടന്ന ചർച്ചയിൽ ഒരുപാട് ഓപ്ഷൻസും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പാർട്ടി ഹൈപവർ കമ്മിറ്റി ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി പ്രസിഡന്റ് അപ്രൂവലോടുകൂടി ഞങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കും. UDFലെ സീറ്റ് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന UDF നേതൃമോഹവും ആദ്യ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ പൊളിയുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDFന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, C ദിവാകരൻ MLA, CPI ജില്ലാ സെക്രട്ടറി GR അനിൽ എന്നിവരാണ് പട്ടികയിൽ. 3-4 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അന്തിമ തീരുമാനമാകും. നിർമ്മാണം പൂർത്തീകരിക്കാതെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ 2ാം പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടത്താനുള്ള നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഉദ്ഘാടന നാടകമെന്ന് ആക്ഷേപമുണ്ട്. കവാടത്തിന്റെ ഗേറ്റ്, ടിക്കറ്റ് കൗണ്ടർ എന്നിവയുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചത്. ഈ ഘട്ടങ്ങളിലൊന്നും ഫലപ്രദമായ ഇടപെടൽ നടത്താത്ത ലോക്സഭാ അംഗം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ധൃതി കാട്ടി ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ അവിശുദ്ധ രാഷ്ട്രീയ കളിയും നടന്നിട്ടുണ്ടെന്നാണ് ആക്ഷേപം. 2ാം ടെർമിനലിന്റെ ഭാഗമായ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ പണിയും പൂർത്തീകരിച്ചിട്ടില്ല. സ്റ്റേഷനിലെ 5 പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ചാണ് മേൽപ്പാലം സ്ഥാപിക്കുന്നത്. എന്നാൽ സ്റ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാം പ്ലാറ്റ്ഫോമുമായി മേൽപ്പാലത്തെ ബന്ധിപ്പിക്കുന്ന നിർമ്മാണമാണ് അവശേഷിക്കുന്നത്. മനസ്സിലാക്കുന്നത് 2ാം കവാടത്തിന്റെ പണി തുടങ്ങി അതൊരു പൂർണ്ണതയിൽ എത്തി എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. നമ്മൾ തൊട്ടടുത്തുള്ള
തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ രണ്ടാം കവാടം അതിൻ്റെ പ്രവർത്തനം നമുക്ക് കണ്ടാൽ അതും ഇതും തമ്മിൽ വളരെ രാപകൽ വ്യത്യാസമുണ്ട്. ടിക്കറ്റ് കൗണ്ടർ അടിയന്തരമായിട്ട് ഉണ്ടാവണം. ഇതൊന്നും അവിടെ ഇല്ല എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഒരു പൂർത്തീകരിച്ച് പൂർണ്ണമായി എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ലിഫ്റ്റിന്റെ നിർമ്മാണവും എങ്ങും എത്തിയില്ല. ഇതിനായുള്ള മെഷീനുകളും മറ്റ് ഉപകരണങ്ങളും രണ്ടാം പ്ലാറ്റ്ഫോമിൽ നോക്കുകുത്തിയായി അവശേഷിക്കുകയാണ്. 40 ലക്ഷത്തിന്റെ എസ്കലേറ്ററിന്റെ പണി എന്ന് യാഥാർത്ഥ്യമാകുമെന്നും അധികൃതർക്ക് ഉറപ്പില്ല. ഫലത്തിൽ പണി പൂർത്തീകരിച്ചത് ടെർമിനലിന്റെ ഗേറ്റ് മാത്രമാണ്. വസ്തുത ഇതായിരിക്കെ ഞായറാഴ്ച നടക്കുന്ന ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് പ്രചാരണമായി മാറും. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഒന്നും അറിയില്ലെന്നാണ് കൊല്ലം സ്റ്റേഷൻ അധികൃതരുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടവേള. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം ആലപ്പുഴയിൽ തോട്ടപ്പള്ളിക്കടുത്ത് മണ്ണുംപുറത്ത് നിർമ്മിക്കുന്നതായിരിക്കുമെന്നും ഇതിന്റെ പണി 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ അധ്യക്ഷതയിൽ തോട്ടപ്പള്ളി ജംഗ്ഷനിൽ നടന്ന പുറക്കാട് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 3.58 ഏക്കർ ഭൂമിയിൽ 2.40 കോടി രൂപയിൽ 204 വീടുകൾ ഉൾക്കൊള്ളുന്ന ഫ്ളാറ്റ് സമുച്ചയമാണ് നിർമ്മിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് പുറക്കാട് പഞ്ചായത്തിൽ നടന്നത്. കടലാക്രമണത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട് വർഷങ്ങളായി സ്കൂളുകളിൽ അഭയം പ്രാപിച്ച 150 കുടുംബങ്ങളെയാണ് ഫ്ളാറ്റുകളിലേക്ക് ആദ്യം മാറ്റുക. ഒപ്പം തീരദേശ മേഖലയിൽ താമസിക്കുന്ന മറ്റു കുടുംബങ്ങളെയും. മൊത്തം 204 കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റ് ലഭ്യമാക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയമാണ് അമ്പലപ്പുഴയിലേതെന്നാണ് വസ്തുത. ഞാനതിൻ്റെ ഒരു ലേ ഔട്ട് അത് തീരുമ്പോൾ എങ്ങനെ ഇരിക്കും സുധാകരനെ കാണിച്ചപ്പോൾ പറഞ്ഞ് അത് ഇവിടെ ഒന്ന് അത് ഇതിൻ്റെ ഒരു ഫ്ലെക്സ് ഞാൻ വയ്ക്കും. തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഫ്ളാറ്റ് സമുച്ചയം ഇരിക്കുക. 3.58 ഏക്കറിൽ 2.40 കോടി രൂപ ചെലവഴിച്ചാണ് ഫ്ളാറ്റ് സമുച്ചയം പണിയുക. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയകാലത്ത് 65,000-ലധികം ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഒരിക്കലും ഇടത് സർക്കാർ മറക്കില്ലെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ഇതൊക്കെ ഈ പട്ടണത്തിലുള്ള സമ്പന്നന്മാർക്കുള്ളതാണ്. ഞാനൊരു ഫ്ളാറ്റ് വാങ്ങിയിട്ടുണ്ട് അവിടെ എന്നാണ് പറയുന്നത്. ഒരു സമുച്ചയത്തിൽ ഇപ്പൊ 204 വീടുണ്ട്, 204 ഫ്ളാറ്റുണ്ട്. എന്നൊരു ഫ്ളാറ്റാണ് ഏത് തൊഴിലാളി കുടുംബത്തിന് കൊടുക്കുന്നത് അവരുടേതാണത്. അവരുടെ സ്വന്തം ഭൂമി പോലെ തന്നെ അവരുടേതാണ്. കടൽ തീരത്ത് നിന്നും 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക. മത്സ്യഫെഡ് ചെയർമാൻ പി ചിത്രരഞ്ജൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷയുമായി സംസ്ഥാനത്തെ ആദ്യ റൈസ് ടെക്നോളജി പാർക്കിന് പാലക്കാട് തറക്കല്ലിട്ടു. നെല്ലിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി കർഷകർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർക്ക് സ്ഥാപിക്കുന്നത്. സംസ്ഥാന ബജറ്റ് കഴിഞ്ഞ് 1 മാസം പിന്നിടുമ്പോഴാണ് പ്രഖ്യാപനം വാക്കിലൊതുക്കാതെ റൈസ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. നെൽ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്ന തരത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് 26% ഓഹരിയാണുള്ളത്. പാലക്കാട് കിൻഫ്ര പാർക്കിൽ സ്ഥാപിക്കുന്ന റൈസ് ടെക്നോളജി പാർക്കിന്റെ ശിലാസ്ഥാപനം മന്ത്രി ഇ.പി. ജയരാജൻ നിർവഹിച്ചു. നെല്ല് സംഭരണം, കുത്തിയരിയാക്കൽ, അതിന്റെ വിതരണം, ഇത് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു വൻകിട പ്രോജക്റ്റാണ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ സംവിധാനമല്ല, വലിയ തരത്തിലുള്ള സംവിധാനമാണ് പാലക്കാട് കഞ്ചിക്കോട് ഈ വ്യവസായ പാർക്ക്. ഇത് തന്നെയാണ് ഭാരതപ്പുഴയുടെ തീരത്ത് ചേലക്കര മണ്ഡലത്തിൽ തൃശ്ശൂരും. ഇത് രണ്ടും ഇന്ന് തറക്കല്ലിടുക എന്ന് പറയുന്നത് പഴയ കാലത്ത് തറക്കല്ലിനെ കുറിച്ചായിരിക്കും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതല്ല ഇത് തറക്കല്ലിട്ടാൽ ആ തറക്കല്ല് ആരംഭിക്കും, അത് പൂർത്തിയാകും. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. 1 കിലോ അരിയെടുത്ത് അവലുണ്ടാക്കിയാൽ, 1 കിലോ എടുത്ത് പൗഡർ കുട്ടിപ്പൊടി ഉണ്ടാക്കിയാൽ, അങ്ങനെ ഓരോന്നുണ്ടാക്കിയാൽ കിട്ടുന്ന ലാഭം നെല്ലിൽ നിന്ന് വൈന് വരെ ഉണ്ടാക്കുക. അതുണ്ടാക്കിയാൽ കിട്ടുന്ന ആ ലാഭത്തിൽ ഒരു വിഹിതം കൃഷിക്കാരൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ഞാൻ വീട്ടുന്നില്ല. ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടിന് പുറമെ ആലപ്പുഴ, തൃശൂർ ജില്ലകളിലും റൈസ് പാർക്ക് സ്ഥാപിക്കും. റൈസ് ടെക്നോളജി പാർക്കുകളിലൂടെ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി സപ്ലൈകോയിലൂടെ കൺസ്യൂമർ ഫെഡിലൂടെയും വിപണിയിലെത്തിക്കും. നെല്ലിൽ നിന്നും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
പ്രളയത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള വീടുകൾ കുട്ടനാട്ടിൽ ഉയർന്നു തുടങ്ങി. പ്രളയത്തിൽ തകർന്ന വീടുകളുടെ സ്ഥാനത്താണ് ഇരുമ്പു തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന പുതിയ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്രളയാനന്തര കുട്ടനാടിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വീടുകൾ ഒരുങ്ങുന്നത്. സംസ്ഥാന ബജറ്റ് കഴിഞ്ഞ് കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രളയ ദുരന്തങ്ങൾ കണക്കിലെടുത്താണ് പുതിയ വീടുകളുടെ നിർമ്മാണം. ഭൂനിരപ്പിൽ നിന്നും 1.2 മീറ്റർ ഉയരത്തിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിലെ മണ്ണിന്റെ ഘടന കണക്കിലെടുത്തുകൊണ്ടാണ് നിർമ്മാണം. കോൺക്രീറ്റ് ചെയ്ത പ്രതലത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന വലിയ സ്റ്റീൽ തൂണുകളിലാണ് വീട് ഉയർത്തിയിരിക്കുന്നത്. കോൺക്രീറ്റ് പാനലുകളും സിമന്റ് ബോർഡുകളും ഉപയോഗിച്ച് 30 ദിവസം കൊണ്ട് ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. പ്രളയത്തിൽ വീട് തകർന്ന വടക്കൻ വെളിയനാട് രമണിക്കാണ് ആദ്യ വീടിന്റെ താക്കോൽ കൈമാറിയത്. അവരെല്ലാരും കൂടെ കൂടി കമ്പനിയിൽ ഞങ്ങൾക്ക് തന്നതിൽ 100 നന്ദി. പ്രളയാനന്തര കുട്ടനാടിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി KMF ഗ്രൂപ്പാണ് 8 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ച് നൽകുന്നത്. ബേസിക്കലി സ്റ്റീൽ കോൺസെപ്റ്റാണ്. സ്റ്റീലാണ് ബേസിക്കലി ഇതിന്റെ സ്ട്രക്ചറൽ എലമെന്റ്സ്. ഇതിന്റെ വേറൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇതൊരു 475 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഒറ്റ ട്രക്ക് ലോഡിന് ഇതിന്റെ ഫുൾ മെറ്റീരിയൽ സൈറ്റ് വരും. ഒറ്റ ട്രക്ക് ലോഡ് ഇതിന്റെ വിതിൻ 30 ഡേയ്സ് നമുക്ക് ഇത് ഇറക്ട് ചെയ്യാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം ഒട്ടും ടെമ്പററി നേച്ചർ ഇല്ല. ഇത് വളരെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അടുക്കളയും 2 കിടപ്പുമുറികളും ഉൾപ്പെടെ 475 അടി ചതുരശ്ര വിസ്തീർണത്തിൽ 8 ലക്ഷം രൂപ മുടക്കിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7 വരെ രേഖപ്പെടുത്താവുന്ന ഭൂകമ്പത്തെ വരെ ചേർത്ത് നിൽക്കാനുള്ള ശേഷി വീടിന്റെ ഇരുമ്പു തൂണുകൾ കൊണ്ടെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിക്കായി അദീബ് ആൻഡ് ഷഫീന ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന ബാലഭവന്റെ ശിലാസ്ഥാപനം മന്ത്രി ശൈലജ ടീച്ചർ നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ 1000 ദിവസങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് അദീബ് ആൻഡ് ഷഫീന ഫൗണ്ടേഷൻ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ബഹുനില മന്ദിരം നിർമ്മിച്ചു നൽകുന്നത്. നിലവിൽ 6 വയസ്സുവരെയാണ് ശിശുക്ഷേമ സമിതിയിൽ കുട്ടികളെ പരിചരിക്കുന്നത്. എന്നാൽ 18 വയസ്സുവരെ കുട്ടികളെ പരിചരിക്കാനും നിർത്തി പഠിപ്പിക്കാനും വേണ്ടിയാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്.